ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കേൾക്കേണ്ടത്. ഓക്കെ, എന്നാലും നിങ്ങളെ പ്രഖ്യാപനം കേട്ടേ പറ്റൂ. അത് ഞാൻ പറയും. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് 3 വർഷമായി. ഓക്കെ, ഞാൻ 3ാമത്തെ RTP ആണ് അറ്റൻഡ് ചെയ്യുന്നത്. 2 RTPയിൽ കിട്ടാത്ത ഭയങ്കരമായിട്ടുള്ളൊരു വൈബ് അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 RTPയിലും അടിപൊളി ഒരു മായാലോകത്തൊക്കെ കൊണ്ടുവന്നൊരു സെഷൻ ഉണ്ട് രാവിലെ അല്ലേ. ഇന്നത്തെ ആ ലോകത്ത് പോയിട്ട് എനിക്ക് അവിടുന്ന് വരാൻ തീരെ മനസ്സുണ്ടായിട്ടില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. മറക്കാനും കഴിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടോ അങ്ങനെ? തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ അനുഭവപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അനുഭവിച്ചത് മാത്രം പോരാ. നമുക്ക് നമ്മുടെ എന്താണ് നമുക്ക് അനുഭവപ്പെട്ടത് അത് നമുക്ക് പ്രാവർത്തികമാക്കുകയും കൂടെ വേണം അല്ലേ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം നാളെ എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും മാക്സിമം നാളെ മുതൽ എല്ലാവരും ഗ്രൗണ്ടിൽ കാണുക. മാക്സിമം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞിട്ട് പോകാൻ ആർക്കും കഴിയില്ലേ. എന്ത് വേണേലും പറയാം. പക്ഷെ അത് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. കുറച്ച് കഴിഞ്ഞിട്ട് അത് തന്നെ ഗാലറിയിൽ ഇരിക്കരുത്. ഓക്കെ, അടുത്ത RTPക്ക് ഞാൻ വരുന്ന സമയത്ത് മാഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. RTC പിടിച്ചിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് അച്ചീവ്മെന്റിൽ 2 ഓർഗനൈസേഷനിൽ നിന്ന് 20 ആൾക്കാരെ ഞാൻ അറ്റൻഡ് ചെയ്യിച്ചിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നല്ല അടിപൊളി പുതിയ റാങ്കുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സർവശക്തിനോടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗുഡ് ലക്ക്. കഴിക്കേണ്ട ആളുകൾ ബസ് നിർത്തിയായിരിച്ചു